ഹലോ നമസ്കാരം കേട്ടാ, എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങളിപ്പോ സത്യം പറഞ്ഞാലേ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ എന്താ പറയാ സമരവും കാര്യങ്ങളൊക്കെ അതിന്റെ പേരിൽ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മള് സ്വസ്ഥമായിട്ട് നമ്മളിങ്ങനെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ അവരുടെ പേരിൽ വീഡിയോസ് നമ്മളിങ്ങനെ ഡെയിലി ഇടുന്നു, അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ എന്ത് ചെയ്തു വെച്ചെങ്കിൽ കുറച്ച് ഫാമിലി ടൈം എന്നുള്ള ലെവലിൽ ഞാൻ പറഞ്ഞു, എടാ നമുക്കൊരു പണി ചെയ്യാം, നമുക്കൊരു ഫാമിലി ആയിട്ട് വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് സിനിമ കാണാം. അപ്പോൾ മൂത്തവൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനോട് അവൻ പറഞ്ഞു ഞാൻ പോപ്കോൺ ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. ഓക്കെ എന്ന് പറഞ്ഞു. അതൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദീ നിൽക്കണ മുതലുണ്ടല്ലോ, എൻ്റെ രണ്ടാമത്തെ പുത്രനെ, ഇവന് ഒട്ടും ക്ഷമയില്ല. അതായത് അവന് സിനിമ കാണണ്ട, അവൻ ഭയങ്കര ബഹളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും തീരാ, അത് എത്ര നേരമുണ്ട്, മതി എനിക്ക് ബോറടിക്കണു. ഇത് ഭയങ്കര ശല്യമായിട്ട് അവസാനം ഞാൻ ദേഷ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു ഞാൻ നിന്നെ ഗ്രൗണ്ട് ചെയ്യും. അതായത് ഗ്രൗണ്ട് ചെയ്യാൻ മീൻസ് ഇവിടുത്തെ ഒരു ഭാഷയിൽ പറഞ്ഞാല് കുട്ടികളെ നമുക്ക് ഇവിടെ തല്ലല് വളരെ കുറവാണല്ലോ. അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ കുട്ടികൾക്ക് ഒരു പണിഷ്മെന്റുകൾ കൊടുക്കും. നമ്മളിപ്പോ എന്താ പറയാ, 1 മണിക്കൂർ അവരുടെ മുറിയിൽ ഒറ്റയ്ക്ക് ഇരുത്തുക, സ്ക്രീൻ 1 മണിക്കൂറിന് ഫോൺ കൊടുക്കില്ല, അങ്ങനെയൊക്കെയായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കൊടുക്കും. അങ്ങനെ ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ കരച്ചിലായി, പ്രശ്നങ്ങളായി, അങ്ങനെ ഇതൊക്കെ സോൾവ് ആയി. അങ്ങനെ നിൽക്കേ കൂട്ടുകാരൻ വിളിച്ചപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു എന്താ ബഹളം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും പറയണ്ടളിയ, ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഒരു സിനിമയ്ക്ക് ഇരുന്നാണ്. അപ്പോൾ മൂത്തനും അപ്പോൾ രണ്ടാമത്തവൻ ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പൊ അവനും പറഞ്ഞു എൻ്റെ വീട്ടിൽ ഇത് തന്നെ അവസ്ഥ, ചെറുതൊരു രക്ഷയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇതെന്താണ് സംഭവം? ഞാൻ ഇന്ന് വിളിച്ചിട്ട് ഞാൻ ഈ കൊച്ചിനോട് ഇവനോടാണ് ഞാൻ ചോദിച്ചു എന്താണ് മോനെ ഇതിന്റെ പ്രശ്നം എന്നുള്ളത്. അപ്പൊ ഇവന് സിനിമ കാണുന്നതിനെക്കാട്ട് കൂടുതൽ ഇഷ്ടം ഷോർട്സുകൾ കാണാനാ, യൂട്യൂബിനകത്തുള്ള ഷോർട്സുകൾ. അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോ അതിന്റെ ഉത്തരം നിങ്ങൾ തന്നെ ഒന്ന് കേക്ക് ഇവന്റെ വായിന്ന്. അരിബാബു നമ്മുടെ ചാനലിലേക്ക് കൊച്ചു വന്നൊരു ഹായിക്ക് പറഞ്ഞു ഇൻട്രൊഡ്യൂസ് ചെയ്തേ, കാണട്ടെ. അപ്പൊ എന്ത് വിളിക്കും? ഓക്കെ, എന്നിട്ട് പറയ്. 4ാം ക്ലാസ്സിൽ പഠിക്കുക, ഇപ്പൊ 9 വയസ്സ്. പിന്നെ അത്രയും മതി. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചെങ്കില് ഇന്നലെ ആദി സിനിമ കാണുന്ന സമയത്ത് എന്തിനാണ് നീ ഷോർട്ട് കണ്ടാ മതി എന്ന് പറഞ്ഞിട്ട് അലമ്പുണ്ടാക്കിയത്? ഉറക്കെ പറ. നമ്മളിങ്ങനെ ഒരു സിനിമയുടെ ക്ലൈമാക്സ് അല്ലെങ്കിൽ ഇന്റർവെയിൽ ഒക്കെ എത്താൻ അറ്റ്ലീസ്റ്റ് ഒരു അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ ചില വർഷം 3 മണിക്കൂറൊക്കെ എടുക്കാറുണ്ട്. ആ സമയത്ത് നമുക്ക് വേറെ കുറെ സമയം ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഷോർട്ട് കാണാൻ പറ്റും. ഷോർട്ട് ആണെങ്കിൽ ഇന്റർവെയിലും ഇല്ല, ക്ലൈമാക്സ് ഒന്നും ഇല്ല. നമ്മൾക്ക് ഓരോണം കഴിയുമ്പോൾ പെട്ടെന്ന് അടുത്തോട്ട് പോകാൻ പറ്റും, അത് കഴിയുമ്പോൾ അടുത്തോട്ട് പോകാൻ പറ്റും, അത് കഴിഞ്ഞിട്ട് അടുത്തോട്ട് പോകാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നിനക്ക് സിനിമ ഇഷ്ടമില്ല, ഷോർട്ട് ഇഷ്ടമുള്ളോ? ഇഷ്ടം. ഇനി അപ്പൊ ചോദിക്കട്ടെ, നിനക്ക് എപ്പോഴും നിന്റെ ജീവിതത്തിൽ സിനിമ കണ്ട ഓർമ്മയുണ്ടാ? കണ്ടിട്ടുണ്ടാവും, പക്ഷെ എനിക്ക് ഓർമ്മയില്ല. നമ്മള് നാട്ടിൽ പോയപ്പോ സിനിമ കണ്ടില്ലേ? ഏത് സിനിമ കണ്ടില്ലേ നമ്മൾ നാട്ടിൽ പോയപ്പോ? അത് പിന്നെ വേറെ നിവൃത്തിയില്ല, കാരണം അത് തിയേറ്ററിലാണ്. പിന്നെ ആന്റിമാരൊക്കെ ഉണ്ട് ഇടിയിട്ടും, അതിന്റെ പേരില് അല്ലെ മിണ്ടാണ്ടിരുന്ന് കണ്ടു. പണ്ട് കാലത്ത് എന്റെയും ചെറുപ്പത്തിലാണെങ്കിലും നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ക്രിക്കറ്റ് മാച്ച് ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? 5 ദിവസത്തെ മാച്ചായിരുന്നു. പിന്നീട് അത് വന്ന് എന്റെക്ക് കുറച്ച് വലുതായ കാലത്തായപ്പോ എന്ന് വെച്ചാൽ ഒരു 1 ഡേ മാച്ചായി മാറി. ഇപ്പൊ അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന പറയുന്നുണ്ട് 2020 20 ഓവറിന്റെ കളി സാധനം തീർന്നു. കാരണം എല്ലാ കാര്യങ്ങളും വളരെ ക്രിസ്പാക്കിക്കൊണ്ടിരിക്കുക, ചെറുതാക്കി കൊണ്ടുവന്നിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ട് ശരിക്കും ലോകത്ത്. അപ്പൊ നമ്മുടെ വീട്ടിലുണ്ടായ ഈ വക കാര്യവും പിന്നെ ഈ കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ ഷോർട്ട് കാണാനുള്ള ആക്രാന്തവും സിനിമയോടുള്ള വിരക്തിയും അതായത് ഇവർക്ക് ക്ഷമയില്ല ഇരിക്കാനായിട്ട്. ഇതിന്റെ ഒരു റീസൺ അന്വേഷിച്ചിട്ട് ഞാൻ ഒരു റിസർച്ച് നടത്തി. പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അപ്പോ ഞാൻ റിസർച്ച് നടത്തിയപ്പോ കണ്ടെത്തിയ കുറച്ച് സാധനങ്ങളുണ്ട്. ഡോക്കോമിൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മറ്റേ കോക്കോമിൻ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടികളുടെ കാർട്ടൂൺ ഉണ്ട്, അതല്ല ഞാൻ പറയുന്നത്. ഡോക്കോമിൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരിക്കലും നമുക്ക് നിസ്സാരപ്പെട്ട വീഡിയോ അല്ല. എന്താ പറയാ, കുറച്ച് നമ്മൾ സമയമെടുത്ത് കാണേണ്ട വീഡിയോ ആണ്. പക്ഷെ ഞാൻ ഉറപ്പ് തരാം, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് നഷ്ടമായി എന്ന് തോന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഡോക്കോമിനിലേക്ക് കടക്കാം. നമ്മുടെ ബ്രെയിനിൽ സന്തോഷം തരാൻ വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വേവ് അല്ലെങ്കിൽ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നൊക്കെയും പറയാം. ആ സാധനമാണ് ഈ ഡോക്കോമിൻ എന്ന് പറയുന്നത്. ഈ സാധനമാണ് സന്തോഷം ഉണ്ടാകുന്ന ഹോർമോൺ നമ്മുടെ
ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മുടെ സിനിമ തുടങ്ങുന്ന സമയത്ത് മറ്റേ ക്രിക്കറ്റ് കളിക്കുന്ന ചേട്ടൻ വന്നിട്ട് പറയില്ലേ, ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് എന്ന് പറഞ്ഞ മാതിരി സന്തോഷം ആഗ്രഹിക്കാത്തായിട്ട് ഒരാൾ പോലും ഇല്ല അല്ലേ. നമ്മൾ ഏത് പള്ളിയിലെ അമ്പലത്തിലെ നമ്മൾ മോസ്കില് അടിപൊളി കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഡോക്കോമിൻ, ഇവര് സന്തോഷമില്ല, നീ പൊക്കോ കുഴപ്പമില്ല. അപ്പക്ക് ഇവിടെ നല്ല ഡോക്കോമിൻ ആവുകൊണ്ട് കുഴപ്പമില്ല. ആ വാതിലടച്ച് പോട്ടാ, പതുക്കെ. അപ്പോ ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തതെന്ന് ഞാൻ പറഞ്ഞു നിർത്തിയത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാ മനുഷ്യന്മാർക്കും ഒരു സന്തോഷം എന്നുള്ള സാധനമുണ്ട്. ചില ആൾക്കാർക്ക് അത് മദ്യം കഴിക്കുമ്പോൾ കിട്ടും, ചില ആൾക്കാർ കഞ്ചാവ് കഴിക്കുമ്പോൾ, കഞ്ചാവ് വലിക്കുക പിടിക്കുക ചെയ്യുമ്പോൾ അത് കിട്ടും, ചിലർക്ക് വേറെ കുറച്ച് കാര്യങ്ങളിലായിരിക്കും ഈ ഡോക്കോമിൻ എന്നുള്ള സാധനം ഡെവലപ്പ് ചെയ്യണത്. ഡോക്കോമിൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ എന്ത് കിട്ടുള്ളൂ, സന്തോഷം കിട്ടുള്ളൂ. അപ്പൊ ഇത് ഒരു തരത്തിലുള്ള അഡിക്ഷനിലേക്ക് പോകും. അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മൾ ആദ്യം മദ്യപിക്കുന്ന ആൾക്കാർ, ഇപ്പം ഞാൻ മദ്യപിക്കുന്ന ആളായതുകൊണ്ട് അറിയാം, തുടക്കത്തിൽ ഒരു ബിയറോ അല്ലെങ്കിൽ ഒരു പെഗോ അടിച്ചാൽ കിട്ടുന്ന സുഖം 2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും സെയിം സാധനം കുടിച്ചാൽ കിട്ടില്ല എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ അതിന്റെ അളവ് കുറച്ചിങ്ങനെ കൂട്ടി കൊണ്ടുവരും. ഈ സെയിം ലെവലിൽ തന്നെ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ, ഞാൻ ഈ മദ്യത്തിന്റെ ഉദാഹരണം പറഞ്ഞത് ജനങ്ങളെ നാശാക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, കാരണം എന്റെ അനുഭവത്തിൽ നിന്ന് എടുത്ത് പറയുന്നതാണല്ലോ, അതിന്റെ പേരിൽ പറഞ്ഞതാ. നമ്മള് കുട്ടികൾക്ക് ഫോൺ കൊടുക്കുമ്പോൾ ആദ്യം ഒരു 5 മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ഡോക്കോമിൻ കിട്ടുന്ന വെച്ചെങ്കിൽ പിന്നീട് അത് 10 മിനിറ്റ് ആവും, അരമണിക്കൂറാവും, 1 മണിക്കൂറാവും, അങ്ങനെ കൂടി പോകും. പണ്ട് കാലത്ത് നമ്മള് കുട്ടികളെ ഭക്ഷണം കൊടുക്കാനായിട്ട് അമ്മാവന്മാരോ അല്ലെങ്കിൽ അമ്മമാരേക്കും കാക്ക, പൂച്ച, കോഴി എന്ന് പറഞ്ഞു പോണ സാധനം മാറിയിട്ട് പൈപ്പിൽ വെള്ളം തുറന്നിട്ട് കാണിച്ചുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ആ കുട്ടികൾക്ക് അല്ലെങ്കിൽ എന്റെയും ചെറുപ്പത്തിൽ ഡോക്കോമിൻ ഉണ്ടാക്കാനായിട്ട് ഈ സാധനം മതി നമുക്ക്. പക്ഷെ പിന്നീട് എന്ത് പറ്റിയെന്ന് വെച്ചെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് കഴിഞ്ഞാല് ഡോക്കോമിൻ ഉൽപ്പാദിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ കുട്ടികളൊന്ന് അടങ്ങിയിരിക്കുക, കുട്ടികളൊന്ന് ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ പോലുള്ള പേരൻസ് എടുത്ത് പറയുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ള പേരൻസ് കുട്ടികൾക്ക് എടുത്ത് കൊടുക്കുന്നത് ഫോണാണ്. കുറച്ചുകൂടി വലിയ ഫോൺ പറഞ്ഞാൽ ടാബ്ലറ്റായി, ഐപാഡായി, കാര്യങ്ങളായി, ടെക്നോളജി വലുതായി, അതിന്റെ പേരിൽ വേറെ ലെവലിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണം നമ്മൾ. എല്ലാ ടെക്നോളജിക്കും വളരെ നല്ലതാ. പക്ഷെ ഇതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം അവിടെ വരണമെന്ന് വെച്ചെങ്കിൽ, ഇങ്ങനെ പോകുന്ന കുട്ടികൾക്ക് ജീവിതത്തിൽ വിഷമങ്ങൾ വരുമ്പോൾ താങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പൊ കുട്ടികൾക്ക് സന്തോഷം മാത്രം കൊടുത്ത് ഈ ഡോക്കോമിൻ മാത്രം കൊടുത്ത് ഈ ഡോക്കോമിൻ കിട്ടണമെങ്കിൽ ഇതിന്റെ അളവ് കൂടുതലായിട്ട് കയറ്റി കൊണ്ടുപോകുന്ന അവസ്ഥ വരും. അതായത് പഠനങ്ങൾ പറയണത് ഈ ഷോർട്സ് പോലത്തെ സാധനങ്ങൾ കാണുമ്പോൾ സംഭവിക്കുന്നത് ഒരു ഡോക്കോമിൻ സ്പൈക്ക്, അതായത് പെട്ടെന്ന് തന്നെ അത് ഇങ്ങനെ ഫാസ്റ്റായിട്ട് സ്പൈക്ക് ചെയ്യും. അപ്പൊ എന്തുണ്ടാവുന്ന വെച്ചെങ്കിൽ നല്ല ത്രില്ല് കിട്ടും ഇവർക്ക്. അതേസമയം ഒരു സോക്കർ കളിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ഓടി കളിക്കാനോ ബാഡ്മിന്റൺ കളിക്കാനോ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറെ സ്ലോയിലാണ് അത് അതിന്റെ ഡോക്കോമിൻ കയറ്റി കൊണ്ടുവരണത്. സംഭവം അങ്ങനെ കൊണ്ടുവരണത് നന്നായി ലാസ്റ്റ് ചെയ്യും. ഉദാഹരണത്തിന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊരു ഷോട്ട് കണ്ടു. ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു ഷോട്ട് തന്നെ, ഈ ഷോട്ട് നമ്മൾ എത്ര നേരം നമ്മളെ ഷോട്ടിനെ പറ്റി നമ്മൾ ചിന്തിക്കും? അത് 12-15 സെക്കൻഡ് ഷോട്ടുള്ളൂ അല്ലെ, അതിനെ പറ്റി നമ്മൾ വല്ലാണ്ട് ചിന്തിക്കായിരിക്കും. അതേസമയം നമ്മളൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ പക്ഷെ ഒരാഴ്ച വരെ അതിന്റെ സ്റ്റോറി, അതിന്റെ പല സാധനങ്ങളും നമ്മുടെ തലയിൽ നിൽക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഷോട്ട് കാണുമ്പോൾ പെട്ടെന്ന് സ്പൈക്ക് ചെയ്യും, മറ്റേത് ഒരു പ്രോഗ്രസീവ് ഗ്രോത്ത് അല്ലെങ്കിൽ സ്ലോയിൽ ഇങ്ങനെ ആ കർവ് വളരെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പോകുള്ളൂ. ശരിക്കും അതാണ് നമ്മുടെ ബോഡിക്ക് വളരെ നല്ലത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെറുതെ കിടന്നിട്ട് എനിക്ക് തലയ്ക്ക് ഭ്രാന്തായിട്ട് വിളിച്ച് പറയണമെന്ന് ആരും വിചാരിക്കരുത്. കാരണം ഞാൻ റിസർച്ച് നടത്തുമ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, രണ്ടുപേരും അമേരിക്കയിലുള്ള ആൾക്കാരാ. ആ യൂണിവേഴ്സിറ്റികളിൽ വന്നിട്ടുള്ള പഠനങ്ങളാണ്, അതിന്റെ റിസൾട്ടുകളാണ്. അവിടെ നിന്നാണ് ഞാൻ ഈ ഡോക്കോമിനും തേങ്ങമാക്കി ഞാൻ ഈ സാധനം പഠിച്ചത്. ഞാനിങ്ങനെ പണ്ട് പഠിച്ചെങ്കിൽ അവിടെ എത്തേണ്ട ആളാന്നറിയാം. അത് പോട്ടെ, പോയി ഇനി പുറത്താവേണ്ട കാര്യമില്ല. അലാസ്ക എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഫാമിലി ഒരു വെക്കേഷന് പോയി. ആ വെക്കേഷന് പോണ സമയത്ത് അലക്സിസ് എന്ന് പറയുന്ന അവരുടെ കുട്ടിയുടെ 12 വയസ്സുള്ള കുട്ടിയുടെ കയ്യിൽ ഒരു ഐപാഡ് ഉണ്ടായിരുന്നു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യണ സമയത്ത് ഈ സാധനം തീർച്ചയായിട്ടും ഓഫ് ചെയ്യണേ. അങ്ങനെ ഇട്ടതിന്റെ പേരിൽ ആ കൊച്ചു ബഹളം ഉണ്ടാക്കി. ആ ബഹളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരെ കൊണ്ടും മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നു. അവസാനം എന്തുണ്ടെന്നറിയാം, ആ ഫ്ലൈറ്റ് താഴത്തേക്ക് ഇറക്കിയിട്ട് ഇറക്കി വിട്ടു. 12 വയസ്സുള്ള ആ കുട്ടി അത്രയും കാണിച്ചെങ്കില് എത്രത്തോളം ഈ സാധനത്തിന് അഡിക്ഷൻ വന്നു, അല്ലെങ്കിൽ ആ കൊച്ചിനെ താങ്ങാവുന്നതിനായിട്ടും അപ്പുറത്തായിരുന്നു ഇതിന്റെ കളി. അപ്പൊ ഇത് ഓരോ കാര്യം നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊക്കെ അമേരിക്കയില്, ഇതൊക്കെ ചൈനയില്, നമ്മുടെ കേരളത്തിലൊന്നും നടക്കില്ല എന്ന്. പക്ഷെ നമ്മുടെ നാട്ടിലും ഇതൊക്കെ നടക്കും. ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നടക്കും.
കാരണം നമ്മുടെ ഇവിടുത്തെ ടെക്നോളജികൾ കുറച്ച് കാലഹരണപ്പെട്ടിട്ടാണ് നാട്ടിലേക്ക് എത്തണേ. തീർച്ചയായിട്ടും നമ്മൾ കുട്ടികളെ ഇങ്ങനെ ഫുൾ ടൈം ഇതും കൊടുത്ത് നമ്മുടെ കാര്യങ്ങൾ സ്വസ്ഥമായിട്ട് നടക്കുമല്ലോ എന്ന് വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, നമ്മൾ അറിയാതെ തന്നെ അവരെ അപകടത്തേക്ക് നമ്മൾ തള്ളി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ യൂണിവേഴ്സിറ്റി പഠനങ്ങൾ, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ജേണൽ ഓഫ് സൈക്കാട്രി, ഏത് നമ്മുടെ സണ്ണിക്കുട്ടൻ പ്രബന്ധം അവതരിപ്പിച്ചില്ലേ, ഏത് സണ്ണിക്കുട്ടൻ, അമ്പട സണ്ണിക്കുട്ട, ആ സണ്ണിക്കുട്ടൻ അവതരിപ്പിച്ച കാര്യമാണ്. അപ്പൊ നമ്മുടെ പ്രത്യേകിച്ച് ഇപ്പൊ ഇന്ത്യക്കാർക്ക് അമേരിക്കക്കാരോട് വലിയ താല്പര്യമൊന്നുമില്ല. അതിന്റെ പേരിൽ റഷ്യക്കാരനും കൂടി നടത്തിയ റിസർച്ച് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് വെക്കുന്നുണ്ട്. ആർക്കെങ്കിലും കുറച്ചും കൂടി ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് വെച്ചെങ്കിൽ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കാരണം ഈ വീഡിയോ തന്നെ നമ്മൾ വളരെ ചുരുങ്ങിയതിൽ ചെയ്തില്ലെങ്കിൽ നിങ്ങളാണെങ്കിൽ വീഡിയോ ഇട്ടിട്ട് പോവും. എന്താ കാരണം? ക്ഷമയില്ല. അപ്പോ ക്ഷമ ആട്ടം സൂപ്പിന്റെ ഫലം ചെയ്യും. പക്ഷെ ഇവിടെ മറ്റേ ഡോക്കോമിൻ മനസ്സിലായ? അപ്പൊ ആ സാധനം വലിയ പ്രശ്നമാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മക്കളെ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെ ക്ഷമ എന്നുള്ള സാധനം ഉണ്ടോ എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളൊക്കെയും ഈ ഡോക്യുമെന്റ് അന്വേഷിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഫോണിൽ നിന്ന് മാത്രമല്ലാതെ ജീവിതത്തിൽ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും നല്ല നല്ല കൂട്ടുകെട്ടുകളിൽ നിന്നും നല്ല നല്ല ബന്ധങ്ങളിൽ നിൽക്കുന്ന നല്ല നല്ല ഡോക്യുമെന്റ് ഉണ്ടാവട്ടേന്നേ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോവാണ്. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ശരി നാടാ, ശരി.